ഗോവിന്ദൻ ചാമി ഇന്ന് രാവിലെ ജയിൽ ചാടുകയുണ്ടായി. 6 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തെ പിടിക്കുകയും ചെയ്തു. പക്ഷെ എന്നിരുന്നാലും പൂർണ്ണമായും കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ഇതുപോലെ വലിയ സുരക്ഷയുള്ള ജയിലിൽ നിന്ന് ചാടുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വെറുതെ നടക്കുമെന്നാണ് സാറ്? എനിക്ക് തോന്നുന്നില്ല ഷിബിലി വെറുതെ നടക്കും എന്നൊന്നും തോന്നുന്നില്ല. പണ്ട് ചാൾസ് ശോഭരാജ് ജയിലിൽ ചാടിയത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കേൾക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അതൊക്കെ ഓർമ്മയുണ്ടാവും. ഈ ചാൾസ് ശോഭരാജ് ജയിലിൽ ചാടിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ മയക്കത്തിലായിരുന്നു. ചാൾസ് ശോഭരാജ് എന്ന് പറഞ്ഞാൽ കുറ്റവാളി എന്നാലും നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം തിലകൻ്റെ ഡയലോഗെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഇത്രയും വലിയ ധൈര്യം ഞാൻ എൻ്റെ സുഹൃത്ത് ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഇന്ത്യയിൽ മൊത്തം പേര് കേട്ടിട്ടുള്ള കുപ്രസിദ്ധനായിട്ടുള്ള ആ ഒരു ആളാണ് ചാൾസ് ശോഭരാജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാൾസ് ശോഭരാജ് ജയിലിൽ ചാടിയത് എങ്ങനെയാണെന്ന് അറിയും? ചാൾസ് ശോഭരാജ് അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്തു. അവർക്ക് ബിരിയാണിയോ അതുപോലെയുള്ള എന്തോ ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് ട്രീറ്റ് ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചപ്പോൾ അതിൽ കുറച്ച് മയങ്ങിക്കിടക്കാനുള്ള മരുന്ന് കൂടി ചേർത്തിരുന്നു. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും മയങ്ങിക്കിടത്തപ്പോഴാണ് നമ്മുടെ ചാൾസ് ശോഭരാജ് പുറത്തേക്ക് ഇറങ്ങിയത്. ഓക്കെ, ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രബലമായിട്ടുള്ള ജയിലാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അതിന് എന്താണെങ്കിലും കേരളത്തിലെ ജയിലിലൊക്കെ തന്നെ ഇതൊക്കെ സാധ്യമാകും. ഇപ്പോൾ ഹാക്സോ ബ്ലേഡ് വെച്ചിട്ടാണ് അദ്ദേഹം കമ്പി എന്ത് ചെയ്തിട്ടുള്ളത്, മുറിച്ചിട്ടുള്ളത്, പിന്നെ വളച്ചിട്ടുള്ളത്. പിന്നെ ഏതാണ്ട് ഒരു 2-3 മാസം മുമ്പ് തന്നെ നമ്മുടെ ഈ പറയുന്ന ഗോവിന്ദച്ചാമി ഇതിനുള്ള പരിശീലനം തുടങ്ങിയിരുന്നു. കാരണം ചോറ് കുറയ്ക്കുകയും ചപ്പാത്തി കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഭക്ഷണമൊക്കെ കുറച്ച് ഡയറ്റ് കൺട്രോളൊക്കെ ചെയ്ത് പുള്ളി മെലിഞ്ഞ്, അതായത് ആ കമ്പികൾക്കിടയിലൂടെ തന്നെ പുറത്തേക്ക് പോരാനുള്ള ഒരു പ്രാക്ടീസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആക്സോ ബ്ലേഡ് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെയുള്ളതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇത് അകത്ത് നിന്ന് ആരെങ്കിലും സഹായിച്ചിരുന്നോ എന്നൊക്കെയുള്ളത് നമുക്ക് സംശയം ഉണ്ടാകുന്ന കാര്യമാണ്. അങ്ങനെ സഹായിച്ചേക്കാതെ ഇത് പെട്ടെന്നൊന്നും ചാടലൊന്നും എളുപ്പമുള്ള കാര്യമില്ല. പിന്നെ ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന അതിക്രൂരനായിട്ടുള്ള കുറ്റവാളി കണ്ണിൽ മുളകൊടി കഴിഞ്ഞാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത്. ഇത് കൂടാതെ തന്നെ അവൻ്റെ പേരിൽ 14ഓളം വരുന്ന കേസുകൾ വേറെയുണ്ട്. ഇതൊക്കെ തന്നെ വളരെ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ മനുഷ്യത്വം മരവിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ്. അതൊന്നും ഇപ്പം ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടതില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഗോവിന്ദച്ചാമി എങ്ങനെ ജയിലിൽ ചാടി, ജയിലിൽ എന്തെങ്കിലും സഹായം കിട്ടിയോ, ഇപ്പോഴും എങ്ങനെയാണ് സുഖലോലുപനായി ജീവിക്കുന്നത്, എന്താണ് ഇവൻ്റെ വരുമാനം, ആരാണ് ഇവന് വേണ്ടി പണം മുടക്കുന്നത് എന്നൊക്കെയുള്ളത് ഗവൺമെൻറ് വലിയ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. എന്താണെങ്കിലും ശരി, 6 മണിക്കൂറിന് ശേഷം ഇത് പിടിച്ചു എന്നുള്ളത് വലിയ ഗുണമാണ്. പിന്നെ ഇതുകൊണ്ട് ഗുണമുണ്ടായ ഒരു ആളുകൾ കൂടിയുണ്ട്, അതുകൂടി പറയാതെ പോകാൻ വയ്യ. അത് നമ്മുടെ മാതൃഭൂമി ചാനലാണ്. മാതൃഭൂമി ചാനലാകെ വലിയ ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. കാരണം അവർക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ മാതൃഭൂമി ചാനലിൽ ബൈ ചാൻസിന് ഇത് ലൈവായിട്ട് ഇവരെ പിടികൂടുന്ന രംഗം കിട്ടിയത് മാതൃഭൂമി ചാനലിലാണ്. ഞാനിപ്പോൾ യൂട്യൂബിൽ അത് കണ്ടു നോക്കിയപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ 2 ലക്ഷത്തോളം ആളുകൾ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തൊട്ടടുത്തുള്ള ഒരു പറമ്പിൽ, അതിൻ്റെ അടുത്തുള്ള വീട്ടിൽ, ഒരു കിണറ്റിൽ ഇവൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവനെ പിടിച്ച് നേരെ പൊക്കിക്കൊണ്ട് പോലീസുകാരും അതുപോലെ നാട്ടുകാരും ഒക്കെ കൂടി വരുന്നൊരു ദൃശ്യം നമ്മൾ കണ്ടു. ഒരു മണിക്കൂറുകൾ കൂടി ഗോവിന്ദച്ചാമി പുറത്തു നിന്നിരുന്നെങ്കിൽ വേറൊരു അതിക്രമമോ വലിയ നമ്മളുടെ മനസാക്ഷി മരവിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും അക്രമവും കൂടി നടന്നേനെ എന്നുള്ളത് വാസ്തവമാണ്. എന്തായാലും പിടിച്ച പോലീസുകാർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ കേരള പോലീസിലുള്ള ആളുകളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഇത് വിട്ടുപോയിട്ടുള്ളത്. പിന്നെ കേരള പോലീസ് തന്നെയാണ് ഇത് ഒടിച്ച് പിടിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ അധികം ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരത്തിലുള്ള വീഴ്ചകളെക്കുറിച്ച് പോലീസുകാരും ജയിലധികൃതരും ഒക്കെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും 1-2 ഉദ്യോഗസ്ഥന്മാരെ തൽക്കാലം സസ്പെൻഡ് ചെയ്യുകയും അതിനുശേഷം മിക്കവാറും ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും അവർക്ക് ആ പകുതി ശമ്പളം കിട്ടും സസ്പെൻഷനിൽ ഇരുന്നാലും. അപ്പോൾ അവർ വീട്ടിലിരുന്ന് പബ്ജി കളിക്കുകയും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ പല ചെസ്സ് കളിക്കുകയോ ക്യാരംസ് കളിക്കുകയോ ഒക്കെ മഴയായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കളിക്കുകയും പിന്നെ അത് കഴിഞ്ഞ് ഒരു 1-2 മാസം കഴിഞ്ഞ് ഈ വാർത്തയൊക്കെ കെട്ടടങ്ങുമ്പോൾ അവർ തിരിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശീലം. അപ്പം അത്തരം ശീലങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇതാരെങ്കിലും എന്തെങ്കിലും ചില്ലറ മേടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ആക്സോ ബ്ലേഡ് ആരാണ് കൊടുത്തത്, എങ്ങനെയാണ് ഇത്രയും ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ പുറത്തിറങ്ങാൻ കഴിഞ്ഞത് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയാൽ നല്ല കാര്യം. അതല്ലെങ്കിൽ ഇനി നമ്മളൊക്കെ ഭയന്ന് ഇതുപോലെ ജീവിക്കേണ്ടി വരും. ഇതിന് തൊട്ടുമുമ്പടുത്തൊരു വീഡിയോ നമ്മൾ ഞെട്ടിച്ചിട്ടിരിക്കുകയാണ്. അത് ധർമ്മസ്ഥലയെക്കുറിച്ചിട്ടാണ്, അവിടെ നടത്തിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള കൊലയാളികൾ, അതായത് 100 കണക്കിന് അല്ലെങ്കിൽ 1000 സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും കൊല്ലുകയൊക്കെ ചെയ്ത കൊലയാളികൾ പുറത്തുകൂടെ കിടക്കുകയാണ്. എങ്കിലും ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട ക്രിമിനലുകൾ അകത്തും കിടക്കുന്നുണ്ട്. ഇനി അവനൊക്കെ കൂടി പുറത്തിറങ്ങിയാൽ ഈ നാട് എന്താകും എന്നുള്ളത് വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം കിണറ്റിൻ്റെ അകത്തായതുകൊണ്ട്
ഇവനെ കിണറ്റിനടിയിൽ നിന്നും പൊക്കിയിരിക്കുന്നു, വീണ്ടും ജയിലിലടച്ചിരിക്കുന്നു എന്നുള്ളത് വാസ്തവം. ഇനിയിപ്പോൾ കുറച്ചുകൂടി ജയിലധികൃതർ കർശനമായി നോക്കും എന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രതീക്ഷിക്കാം. അങ്ങനെ സുഖമായി കിടന്നുറങ്ങാം.